കേരളത്തിൽ സംസ്ഥാന സർക്കാർ വിരുദ്ധ വികാരം ആഞ്ഞടിക്കുകയാണോ? ആലത്തൂരിൽ മാത്രം ഒതുങ്ങുന്നു LDF. ആലപ്പുഴയിലെ കനൽത്തരി അണയുന്നു. മറ്റൊരിടത്തും ലീഡ് എടുക്കാൻ പോകാതെ വിയർക്കുന്നു LDF. മഹാരാഷ്ട്രയിൽ ഇന്ത്യ മുന്നണി ബഹുദൂരം മുന്നിലാണ്. മഹാവികാസ് അഘാടി 27 ലീഡ് ചെയ്യുകയാണ്. കോൺഗ്രസ് 9 NCP 9 ശിവസേന ഉദ്ധവ് വിഭാഗം 9 അവിടെ കാണ്ടകാര്യ അജിത് പവാർ വിഭാഗം ശൂന്യമാണ് എന്നുള്ളതാണ്. അത് ബാരാമതിയിൽ ലീഡ് ചെയ്യുന്നത് സുപ്രിയ സൂലെയാണ് എന്നതാണ് പ്രധാന കാര്യം. മഹാവികാസ് അഘാടി 27, മഹായുതി 19, 8 വോട്ടുകൾക്ക് പിന്നിലാണ് NDA സഖ്യം. കണ്ണൂരിൽ രണ്ടാം റൗണ്ട് പൂർത്തിയായിരിക്കുന്നു. രണ്ടാം റൗണ്ട് പൂർത്തിയാകുമ്പോൾ സുധാകരന്റെ ഭൂരിപക്ഷം 15,500. മാവേലിക്കരയിൽ കൊടിക്കുന്നിലിന്റെ ലീഡ് 3,341 കുറഞ്ഞിരിക്കുന്നു. കൊടിക്കുന്നിൽ സുരേഷിന്റെ ലീഡ് 3,400. സുരേഷ് ഗോപി 35,000, 35,000, 1,00,000 ലക്ഷവും കടന്ന് സുരേഷ് ഗോപിയുടെ പ്രയാണം. നിൽക്കുന്നത് ആരാ? അല്ല 25 ഉള്ളു കേട്ടോ, അത്രയും അമ്പേറ്റിട്ടില്ല. 25,347. സുനിൽകുമാർ 25,347 വോട്ടുകൾക്ക് സുരേഷ് ഗോപി മുന്നിൽ. 8 ലക്ഷത്തിൽ പരം വോട്ടുകൾ ഇനിയും എണ്ണാനുണ്ട്. പഞ്ചാബിൽ 1 സീറ്റിൽ BJPക്ക് ലീഡ്. ഇടുക്കിയിൽ ഡീന്റെ ലീഡ് ഉയരുന്നു. ഇടുക്കിയിൽ ഡീൻ 46,000 പിന്നിടുന്നു. കൊല്ലത്ത് UDF ലീഡ് 1,00,000 എടുക്കുന്നു. കൊല്ലത്ത് വീണ്ടും ഡബിൾ പ്രേമചന്ദ്രന് 24,936. തൃശ്ശൂരിൽ 25,347. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ലീഡ് 91,421. അതെ, ലക്ഷത്തിലേക്ക് എത്തുന്നു. നോക്കൂ, കേരളത്തിൽ വീണ്ടും ആലത്തൂരിലെ LDFന്റെ ലീഡ് 8,835 ഉയരുന്നു. കുറഞ്ഞ ഭൂരിപക്ഷമാണ്, കുറഞ്ഞ ലീഡാണ്. ഒഡീഷയിൽ വീണ്ടും ചരിത്രത്തിൽ ആദ്യമായി BJP അധികാരത്തിലേക്ക്. അവിടെ നവീൻ പട്നായിക്കിന് തിരിച്ചടി. BJPക്ക് 56, BJDക്ക് 37. നോക്കൂ, പാണ്ഡ്യനെ ഇറക്കിയുള്ള പരീക്ഷണം പാളി. വടകരയിൽ ഷാഫി പറമ്പിലെ ലീഡ് 19,012 എത്തിയിരിക്കുന്നു. 20,000 അടുക്കുകയാണ്. 4 നിയമസഭകളിലേക്കാണ് ലോക്സഭയ്ക്കൊപ്പം വോട്ടെടുപ്പ് നടന്നത്. 3 BJP അല്ലെങ്കിൽ BJP സഖ്യം അധികാരത്തിലേക്ക്. ആദ്യം അരുണാചൽ പ്രദേശിൽ ഭരണ തുടർച്ച, ആന്ധ്രാപ്രദേശിൽ അട്ടിമറി വിജയം, YSRCPയെ കടമുഴക്കി TDP + BJP സർക്കാർ. ഇതാ അടുത്തതും വരുന്നു ഒഡീഷ. എണ്ണാമെങ്കിൽ എണ്ണിക്കോ, 4-ൽ 3 നിയമസഭ കൂടി BJPക്ക്. കൊടിക്കുന്നിൽ സുരേഷിന്റെ ലീഡ് 3,341 വോട്ടുകളായി ഉയർന്നിരിക്കുന്നു. പാലക്കാട് ശ്രീകണ്ഠന്റെ ലീഡ് 23,488 ഉയർന്നിരിക്കുന്നു. വടകരയിൽ ലഡാക്കിൽ BJP പിന്നിൽ. കോൺഗ്രസ് ആണ് അവിടെ മുന്നിൽ. അതായത് നോക്കൂ, വടകരയിലെ ഷാഫി പറമ്പലിന്റെ ലീഡ് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ക്രമാതീതമായി ഉയരുന്നുണ്ട്. 19,012 വോട്ടുകൾക്കാണ് ഇപ്പോൾ വടകരയിലെ ഷാഫി പറമ്പിൽ മുന്നിൽ. മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് ചെറുതാണെങ്കിലും ലീഡ് ഉയർത്തുന്നുണ്ട് 3,341 വോട്ടുകൾക്ക്. എറണാകുളത്ത് UDFന്റെ ലീഡ് 61,000 കടന്നിരിക്കുന്നു. 61,959 വോട്ടുകളായി എറണാകുളത്ത് UDFന്റെ ലീഡ് ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇടുക്കിയിലെ ഡീൻ കുര്യാക്കോസിന്റെ ലീഡ് 46,694. കേരളത്തിൽ രാഹുൽ തരംഗം ആഞ്ഞു വീശുന്നു. രാഹുൽ തരംഗത്തിൽ LDFന് ആലപ്പുഴയിലെ സീറ്റ് നഷ്ടപ്പെടുന്നു. ആലത്തൂർ മാത്രം ബാക്കിയാവുന്നു. കനൽ ഒരു തരിയായി ആലത്തൂരിൽ KS രാധാകൃഷ്ണൻ. നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2 സീറ്റുകൾ NDAക്ക് കേരളത്തിൽ ഇപ്പോൾ വഴിമാറി നിൽക്കുന്നു. ഒന്ന് തൃശ്ശൂരും മറ്റൊന്ന് തിരുവനന്തപുരത്തും. ഒരേ ഒരു സീറ്റിലേക്ക് LDF ഒരുങ്ങുന്നു. കേരളത്തിൽ ഈ ലോക്സഭാ സീറ്റിന്റെ കണക്കെടുത്ത് നോക്കിയാൽ രണ്ടാമത് NDA എത്തുന്ന കാഴ്ച കാണാം. ഇനി അറിയേണ്ടത് എത്ര വോട്ട് ശതമാനത്തിലെ വർധന. തീർച്ചയായും അതൊരു വലിയ വർധനമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിൽ ഒരു മന്ത്രിയെ MP ആക്കി വിടുകയാണോ എന്ന ചോദ്യമോടെ വരികയാണ്. വളരെ പ്രസക്തമായ ചോദ്യം. അതേസമയം മന്ത്രിയെ MP ആക്കുമല്ലോ മാഡം, MP-യെ മന്ത്രിയാക്കാൻ പോവാ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നിലവിൽ കേരളത്തിൽ സർക്കാരിനെതിരെയുള്ള ആന്റി ഇൻകംബൻസി ഭരണവിരുദ്ധ വികാരം ഉണ്ടോ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണോ ഈ വിധി എന്നുള്ളത് പരിശോധിക്കണം. തൃശ്ശൂരിൽ എങ്ങനെ K മുരളീധരൻ 3ാമത് പോയി എന്നതും പരിശോധിക്കേണ്ട വിഷയമാണ്. എന്തായാലും വളരെ ശക്തമായ പോരാട്ടം നടക്കുന്നു. ഈ UPയിൽ ഇന്ത്യ മുന്നണിയും NDAയും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുമ്പോഴും ദേശീയ തലത്തിൽ ഇപ്പോഴും മോദിക്ക് തന്നെയാണ് ആനുകൂല്യം. 303 സീറ്റുകളിൽ NDA മുന്നിൽ നിൽക്കുന്നു. ഇന്ത്യ മുന്നണി 221 സീറ്റുകളിൽ നിൽക്കുന്നു. ശക്തമായ പ്രതിപക്ഷമാകുമോ രാഹുൽ ഗാന്ധി എന്ന ചോദ്യവും ബാക്കി നിൽക്കുന്നു. പക്ഷേ കേരളത്തിൽ LDFന് എന്ത് സംഭവിച്ചു? കനൽ ഒരു തരി കെട്ടു, ഒരു തരി മാത്രം ആലത്തൂർ. കേരളത്തിൽ NDA വളർത്തിയത് LDFO UDFO എന്ന ചോദ്യം. ഇനി മുന്നണികൾ ഇന്ത്യ മുന്നണിയിൽ തമ്മിലടി. ആറ്റിങ്ങലിൽ അടൂർ പ്രകാശിന്റെ ലീഡ് നില കുറഞ്ഞിരിക്കുന്നു. 948ലേക്ക് വി ജോയ് അവിടെ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുന്നു. അടൂർ പ്രകാശിന്റെ ലീഡ് കുറയുന്നു 948ലേക്ക്. ഒരു സീറ്റ് കൂടി LDFന് കിട്ടുമോ കേരളത്തിൽ എന്നതാണ്. ബീഹാറിൽ JDU അവസാനിക്കുമെന്ന് കരുതിയിരുന്നു. പക്ഷേ JDU 13 BJP 9 JDU മുന്നേറ്റം കാഴ്ചവെക്കുകയാണ് BJPയേക്കാൾ.
നോക്കൂ, BJP JDU 17, JDU 16. അതെ. അപ്പൊ ബീഹാറിൽ BJP-യേക്കാൾ മുന്നേറ്റം JDU-വിനാണ് എന്നതാണ്. അതെ. കൊടിക്കുന്നിൽ ലീഡ് ഉയർത്തുന്നു 5976. കൊടിക്കുന്നിൽ വീണ്ടും തെളിയിക്കുന്നു ഞാനാണ് പൊളിറ്റിക്കൽ സ്ട്രാറ്റജി. വയനാട്ടിൽ രാഹുൽ ഗാന്ധി 1 ലക്ഷത്തിലേക്ക് അടുക്കുകയാണ്. 2019 ഭൂരിപക്ഷം, അതിന്റെ പകുതിയെങ്കിലും ഭൂരിപക്ഷത്തിലെത്താൻ വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് കഴിയുമോ എന്ന ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നു കേരളം. 628. ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യം ലക്ഷം പിന്നിടുന്ന സ്ഥാനാർത്ഥിയായി മാറുകയാണ് രാഹുൽ ഗാന്ധി. കേരളത്തിൽ രാഹുൽ തരംഗം നിസ്സംശയം പറയാം. പക്ഷേ 2 മണ്ഡലങ്ങൾ 3 മണിക്കൂറിലേക്ക് എത്തുമ്പോൾ, വോട്ടെണ്ണൽ 3 മണിക്കൂറിലേക്ക് എത്തുമ്പോൾ NDA 300 കടക്കുമോ എന്ന ആശങ്കയിലെത്തിയിട്ടുണ്ട്. NDA 300 കടക്കും. ഒരാശങ്കയുമില്ല. ഉണ്ണിസാറിന്റെ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താകാൻ പോകുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റിപ്പോർട്ടറിന്റെ മാജിക് സ്ക്രീനിൽ. ഇനി അങ്ങോട്ട് NDAയുടെ തേരോട്ടം. ലക്ഷം കടന്നിരിക്കുന്നു. ഫാമിലി ബാസ്റ്റിയൻ റായ്ബറേലി വയനാട്ടിൽ 1 ലക്ഷത്തിലേക്ക് അടുക്കുന്നു. റിപ്പോർട്ടറിന്റെ മാജിക് സ്ക്രീൻ ഉണ്ടാക്കുന്നതല്ല നമ്പർ. ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് അത് കൗണ്ട് ചെയ്തിട്ട് വരുന്നതാണ്. മാജിക് സ്ക്രീൻ ഒറ്റയ്ക്ക് ഒരു നമ്പർ ഉണ്ടാക്കില്ല. മാജിക് സ്ക്രീനിലെ നമ്പർ പ്രേക്ഷകർ നോക്കിക്കോളൂ. ഉണ്ണിസാറിന്റെ പ്രതീക്ഷകൾ അമേഠിയിൽ എന്താ സംഭവിക്കുന്നത്? വടകര ആലപ്പുഴയിൽ വടകരയിലെ ഷാഫി പറമ്പലിന്റെ ലീഡ് 19,203 വോട്ടുകളാണ്. രാജസ്ഥാനിലെ സിക്കറാമില് CPM സ്ഥാനാർത്ഥി അമ്രാറാം വീണ്ടും മുന്നിലെത്തി നിൽക്കുന്നു. പത്തനംതിട്ടയില് UDF ആണ് ഇപ്പോൾ ലീഡ് ലീഡ് കുറയുന്നു. തിരുവനന്തപുരത്ത് 3910 രാഹുലിന്റെ രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് കുറഞ്ഞു. വടകരയിൽ ഷാഫി 20 കടന്നിരിക്കുന്നു. 20,331 വോട്ടുകൾക്ക് ഷാഫി പറമ്പിൽ മുന്നിൽ. റൈറ്റ്, വടകരയിലെ ഷാഫി പറമ്പിൽ മുന്നിൽ നിൽക്കുകയാണ്. 20,330. കെ സുധാകരന്റെ ലീഡ് 20,958 ഉയർന്നിരിക്കുന്നു. കെ സുധാകരൻ വളരെ സ്ഥിരതയാർന്ന പ്രകടനം കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ നിലനിർത്തുന്നു. 20,958 വോട്ടുകൾക്ക് കെ സുധാകരൻ മുന്നിലാണ് നിൽക്കുന്നത്. ഉത്തർപ്രദേശിലെ ഫലസൂചനകൾ ഞെട്ടിക്കുന്നതാണ്. 10-നൊപ്പമാണ്. SP 35 സീറ്റുകളിൽ, BJP 35 സീറ്റുകളിൽ ഞെട്ടിക്കുന്ന ഫലം, ഞെട്ടിക്കുന്ന സൂചനകളാണ്. ആലത്തൂരിലെ LDF ഇതാ 10,000-ലേക്ക് നീങ്ങുന്നു. കെ രാധാകൃഷ്ണന്റെ ലീഡ് 9,996 വോട്ടുകൾക്ക് ഇപ്പോൾ കെ രാധാകൃഷ്ണൻ മുന്നിലെത്തി നിൽക്കുന്നു.